And the
എന്നെ കാണാ അത് പാവല്ലേ ഒന്ന് കണ്ടോട്ടെ പാവല്ലേ عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. وعليكم السلام. وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله. എല്ലാവരുടെയും ഓഡിയോ മ്യൂട്ടിലാക്കുക. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ശബ്ദങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ക്ലാസ്സിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. എല്ലാവരുടെയും ഓഡിയോ മ്യൂട്ടിലാക്കുക. ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുന്നു, الذي يقرأ القرآن وهو ماهر به مع السفرة الكرام البررة. പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ പ്രാവീണ്യം നേടിയ ആൾ ആ അത്യാദരണീയരായ ബഹുമാന്യരായ മലക്കുകളോടൊപ്പമാണ് അവരുടെ സ്ഥാനം. മലക്കുകൾ മൊത്തത്തിൽ തന്നെ മുഖറബീങ്ങളാണ്, അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവരാണ്, അങ്ങേയറ്റത്ത് ആദരണീയവരാണ്. എന്നാൽ ആ മലക്കുകളുടെ കൂട്ടത്തിൽ തന്നെ അത്യാദരണീയരായ സഫറ എന്ന് പറയുന്ന ആ വിഭാഗത്തോടൊപ്പമാണ് പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ വൈദഗ്ധ്യം നേടിയവർ, അഥവാ തജ്വീദ് നിയമപ്രകാരം ഖുർആൻ പാരായണം ചെയ്യാൻ പഠിച്ചവർ. വേറൊരു ഹദീസിൽ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യതഗന്ന ബിൽ ഖുർആനി ഫലൈസ മിന്നാ. പരിശുദ്ധ ഖുർആൻ ഈണത്തോടെയും രാഗത്തോടെയും മണിച്ചുകൊണ്ട് പാരായണം ചെയ്യാത്തവർ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഈണത്തോടെയും രാഗത്തോടെയും തജ്വീദ് നിയമങ്ങളോടെ പാരായണം ചെയ്യാത്തവരെ കുറിച്ച് പറഞ്ഞത്. ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്, ആരും ഓഡിയോ അൺമ്യൂട്ട് ചെയ്യാൻ പാടില്ല, അത് ക്ലാസ്സിനെ പ്രതികൂലമായി ബാധിക്കും. ഇനി ഖുർആൻ പാരായണം ചെയ്യുന്നവർ ആദരണീയരായ മലക്കുകളോടൊപ്പമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ലോകത്ത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ആരെയാണ് എന്ന് നാം പരിശോധിച്ചു നോക്കിയാൽ, മുസ്ലിം സമുദായത്തിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ട്, വാഗ്മികളുണ്ട്, എഴുത്തുകാരുണ്ട്, അങ്ങനെ വിവിധ ഇസ്ലാമിക വിജ്ഞാന ശാഖകളിൽ പ്രാവീണ്യം നേടിയവരുണ്ട്. അവരെല്ലാം മുസ്ലിങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്നാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ ആദരവ് അർഹിക്കുന്നവർ, ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ബഹുമാനിക്കുന്നത് പരിശുദ്ധ ഖുർആൻ ഖാരിഉകളെയാകുന്നു. ഖാരിഉകളെ ലോകത്ത് മുസ്ലിങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ആളുകളുടെ ഒരു കണക്കെടുപ്പ് വന്നപ്പോൾ ഖുർആൻ തജ്വീദോടുകൂടി ഓതുന്ന വിഷയത്തിൽ മൊത്തം ഖാരികളുടെ ഒന്നാം റാങ്കുകാരനായിരുന്നു മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കന്മാരിൽ
പണ്ഡിതന്മാരിൽ ആ കണക്കിൽ വന്നത്. ഇത് മനസ്സിലാക്കാൻ മസ്ജിദുൽ ഹറാമിൽ അല്ലെങ്കിൽ മസ്ജിദുൻ നബവിയിൽ അവിടെ രണ്ട് ഹറമുകളിലുമുള്ള ഇമാമിങ്ങൾ, ഖത്തീബുമാർ ലോകത്തെ അറിയപ്പെടുന്ന ഉന്നതരായ ഖുർആൻ ഖാരികൾ കൂടി ആകുന്നു. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദീഷ്, ഷെയ്ഖ് സൗദ് ഷുറൈം, ഷെയ്ഖ് മാഹിർ ബിൻ ബന്ദർ അൽ മഗൈലി, ഷെയ്ഖ് അബ്ദുള്ള ജുഹനി, ഷെയ്ഖ് യാസർ ദൂസരി തുടങ്ങിയിട്ട് ഇതൊക്കെ മസ്ജിദുൽ ഹറാമിലെ ഇമാമികളുടെ പേരാണ്. ഇതുപോലെ മസ്ജിദ് ഹറാമിലും മസ്ജിദ് നബവിയിലുമുള്ള ഇമാമിങ്ങൾ നല്ല ഖാരികൾ കൂടിയാണ്. അവർ അവിടുത്തെ ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് തറാബീഹ് നമസ്കാരത്തിനും ഖിയാമുൽ ലൈലിനുമൊക്കെ ഇമാമത്ത് നിർവഹിച്ചുകൊണ്ട് ശ്രുതി മധുരമായ ഖുർആൻ പാരായണം ചെയ്ത് ആ നമസ്കാരം കഴിഞ്ഞാൽ അവരെ കാണാനും അവർക്കൊന്ന് മുസാഫഹത്ത് ചെയ്യാനും എല്ലാം മുസ്ലിങ്ങൾ വമ്പിച്ച തിരക്കാണ്. എന്നാൽ ലോകപ്രസിദ്ധരായ പ്രാസംഗികന്മാരുണ്ട്, ഗ്രന്ഥകാരന്മാരുണ്ട്, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പണ്ഡിതന്മാരും നേതാക്കളും ഒക്കെയുണ്ട്. പക്ഷെ ഈ ഖാരികൾക്ക് മുസ്ലിങ്ങൾ നൽകുന്ന അത്ര ആദരവ് വേറെ ഒരു മേഖലയിലും കഴിവ് തെളിയിച്ചവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് ഈ ഖുർആൻ പാരായണ കല അഥവാ അഹ്കാമു തജ്വീദോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുക എന്നത് ചെറിയ ഒരു സംഗതിയല്ല എന്നാണ് ഈ തജ്വീദ് ക്ലാസിന്റെ ആമുഖമായി പറയാനുള്ളത്. നമുക്കിനി തജ്വീദ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇൻഷാ അല്ലാഹു തആല സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും സാക്കിനായ മീമിന്റെയും നിയമങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. തുടർന്നുള്ള 4 ക്ലാസ്സുകൾ, ആകെ 5 ക്ലാസ്സുകൾ കൊണ്ട് ഇൻഷാ അല്ലാഹു തആല നമ്മൾ മത്സരത്തിൽ നിങ്ങളോട് ചോദിക്കാൻ ഇടയുള്ള എല്ലാ നിയമങ്ങളും വിവരിക്കും ഇൻഷാ അല്ലാഹു തആല. ഈ 5 ക്ലാസ് കൊണ്ട് മൊത്തം അഹ്കാമു തജ്വീദ് പഠിക്കും, അത് പഠിപ്പിക്കും എന്നല്ല പറഞ്ഞു വരുന്നത്. ചില മേഖലകളൊന്നും നാം ടച്ച് ചെയ്യുന്നില്ല. എന്നാൽ ഖുർആൻ പാരായണത്തിൽ അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെല്ലാം ഈ 5 ക്ലാസ്സുകളിൽ നാം കവർ ചെയ്യും. ഈ ക്ലാസ്സുകളിൽ വിവരിക്കുന്ന നിയമങ്ങൾ മാത്രമേ ജൂൺ മാസത്തിൽ നടക്കുന്ന ഓൺലൈൻ ഫൈനൽ റൗണ്ടിലും പിന്നീട് ജൂലൈ 19 നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയിലും നിങ്ങളോട് ചോദിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. സ്ക്രീൻ ഷെയർ ചെയ്യുക. ഓക്കെ, ആദ്യത്തെ പാഠം. ഓക്കെ, മൊത്തം നമ്മളിപ്പോൾ ഈ പഠിക്കാൻ പോകുന്ന നിയമങ്ങൾ അഹ്കാമുൻ നൂൻ സാക്കിന വ തൻവീൻ, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമം, സാക്കിനായ മീമിൻ്റെ നിയമം, ഇത് രണ്ടുമാണ് ഇന്ന് വിവരിക്കാൻ പോകുന്നത്. പിന്നീട് തഫ്ഹീം, തർക്കീഖ്, അഹ്കാമുൽ മദ് ഇതെല്ലാം തുടർന്നുള്ള ക്ലാസ്സുകളിൽ നാം വിവരിക്കും. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ ഷെയർ ചെയ്യുക. മുന്നോട്ട് പോകട്ടെ. നോ, ഓക്കെ. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സാക്കിനായ നൂനിനും തൻവീനിനും 4 നിയമങ്ങളാണുള്ളത്. ഒന്നാമത്, സാക്കിനായ നൂൻ എന്ന് പറയുമ്പോൾ ഫത്ഹോ കിസ്റോ ലൊമ്മോ ഇല്ലാത്ത നൂനിലൊക്കെ സാക്കിനായ നൂൻ എന്ന് പറയും. അതുപോലെ തന്നെ ഫത്ഹോ കിസ്റോ ലൊമ്മോ ഇല്ലാത്ത മീമിനൊക്കെ സാക്കിനായ മീം എന്നും പറയും. ഇനി മറ്റൊന്ന് തൻവീനാണ്. സാക്കിനായ നൂനിനും തൻവീനിനും ഒരേ നിയമങ്ങളാണ് ഖുർആൻ പാരായണത്തിൽ ഉള്ളത്. രണ്ടിൻ്റെയും ഉച്ചാരണം ഒന്നാണ്. ഇപ്പൊ നമുക്കറിയാം, താഇന് അല്ലെങ്കിൽ ബാഇന് തൻവീനും ബിൽ ഫത്ഹ് ഇട്ട് കഴിഞ്ഞാൽ ബൻ എന്നാണ് വായിക്കുക. തൻവീനും ബിൽ കിസ്ർ ഇട്ട് കഴിഞ്ഞാൽ ബിൻ എന്നാണ് വായിക്കുക. തൻവീനും ബിൽ ലൊം ഇട്ട് കഴിഞ്ഞാൽ ബുൻ എന്നാണ് വായിക്കുക. എന്നതുപോലെ ബായിന് ശേഷം ഒരു സാക്കിനായ നൂൻ വന്നാൽ ബൻ എന്നാണ് വായിക്കുക.
അപ്പൊ ഇത് രണ്ടും പാരായണം ഒരുപോലെയാണ്, ഉച്ചാരണം ഒന്നുപോലെയാണ് എന്നതുകൊണ്ട് ഈ സാക്കിനായ നൂനിനും തൻവീനിനും ഒരേ നിയമങ്ങളാണ് ഖുർആൻ പാരായണ വിജ്ഞാന ശാഖയിൽ ഉള്ളത്. ആരാണ് ഈ ഓഡിയോ അൺമ്യൂട്ട് ചെയ്തിട്ട്? ആ ഓഡിയോ ഒക്കെ മ്യൂട്ടിലാക്കി ആരുടെയും ഓഡിയോ അൺമ്യൂട്ട് ചെയ്യാൻ പാടുള്ളതല്ല. ക്ലാസ് നടക്കുമ്പോൾ ക്ലാസിന്റെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുന്നത്. ഹോസ്റ്റ് അതൊന്ന് മ്യൂട്ട് ചെയ്യുക. ഈ അൺമ്യൂട്ട് ചെയ്യുന്നവരെ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്ത് മീറ്റിംഗിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ്. പിന്നെ അവർക്ക് ജോയിൻ ചെയ്യാൻ കഴിയില്ല. അൺമ്യൂട്ട് ചെയ്യുന്നവരെ മീറ്റിംഗിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ്. പിന്നീട് അവർക്ക് മീറ്റിംഗിൽ ജോയിൻ ചെയ്യാൻ കഴിയുകയില്ല. അതേ പറയാണ്. 3 പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പം സാക്കിനായ നൂനിനും തൻവീനിനും 4 നിയമങ്ങളാണുള്ളത്. 1 ഇദ്ഹാർ, 2 ഇദ്ഗാം, 3 ഇഖ്ഫാ, 4 ഇഖ്ലാബ്. 4 നിയമങ്ങൾ. അതിൽ ഇദ്ഹാറാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന 6 അക്ഷരങ്ങൾ, ഹുറൂഫുൽ ഹലഖിയ എന്ന് പറയും. തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന 6 അക്ഷരങ്ങൾ. ആ അക്ഷരങ്ങൾ സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം വരികയാണെങ്കിൽ അവിടെ സാക്കിനായ നൂൻ അല്ലെങ്കിൽ തൻവീൻ വെളിവാക്കണം, മണിക്കാൻ പാടില്ല. 6 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? തൊണ്ടയുടെ താഴെ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ഹംസ, ഹ, കണ്ടില്ലേ? അതുപോലെ തന്നെ ഹ, ആ, ഹംസ, ഹ, ഹ. ഇത് രണ്ടും തൊണ്ടയുടെ താഴെ ഭാഗത്ത് നിന്നാണ് പുറപ്പെടുന്നത്. പിന്നെ ഐന്, ഹ, തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്നു. ഐന്, ഹ, തൊണ്ടയുടെ മേലെ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്നു. ഇങ്ങനെ തൊണ്ടയിൽ നിന്ന്, ഹലക്കിൽ നിന്ന് പുറപ്പെടുന്ന 6 അക്ഷരങ്ങൾ, ഇതിന് ഹുറൂഫുൽ ഹലഖിയ എന്ന് പറയും. ഈ അക്ഷരങ്ങൾ സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം വന്നാൽ അവിടെ വെളിവാക്കണം, മടിക്കാൻ പാടില്ല. ഇനി നമ്മൾ ഉദാഹരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ ഉദാഹരണം, അവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന അക്ഷരം ശ്രദ്ധിച്ചാൽ മതി. വുജൂഹു യൗമഇദിൻ ഖാശിയ. യൗമഇദിൻ, ആ തൻവീൻ അതിന്റെ ശരിയായ ഉച്ചാരണം വെളിവാക്കണം, മണിക്കാൻ പാടില്ല. ഇനി രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഹ ആണ് വന്നത്. തസ്ലാ നാറൻ ഹാമിയ. തസ്ലാ നാറൻ ഹാമിയ. ഹോസ്റ്റ് ശ്രദ്ധിക്കുക. ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്താൽ ഉടനെ മ്യൂട്ടാക്കുക. രണ്ടാമത് അവർ വീണ്ടും അൺമ്യൂട്ട് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യുക മീറ്റിംഗിൽ നിന്ന്. പിന്നെ അവർ ക്ലാസ്സിൽ വേണ്ട. ക്ലാസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്നവരെ ഈ മീറ്റിംഗിൽ വേണ്ട. എത്ര സമയമാണ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെടേണ്ടി വന്നത്? വിലപ്പെട്ട സമയം. ഓക്കെ. തസ്ലാ നാറൻ ഹാമിയ. നാറൻ തൻവീൻ ശേഷം ഹൽക്കിന്റെ അക്ഷരമായ ഹ വന്നു, അവിടെ വെളിവാക്കി. فأما من أعطى واتقى. فأما من أعطى واتقى. همزة വന്നു. وما يغني عنه ماله إذا تردى. ماله وما يغني عنه ماله إذا تردى. എന്താണ് മാറ്റിയത്? ഞാൻ ആ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൂർ, ഞാൻ മാറ്റാൻ പറയുമ്പോൾ മാത്രം മാറ്റിയാൽ മതി. ഓക്കെ. അവിടെ വമാ യുഗ്നി അൻഹു, സാക്കിനു ശേഷം ഹ വന്നിരിക്കുന്നു, തൊണ്ടയിൽ നിന്നുള്ള അക്ഷരമാണ്. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ. അവസാനത്തെ ഉദാഹരണം നുസുലൻ മിൻ ഗഫൂരിർ റഹീം. നുസുലൻ മിൻ ഗഫൂരിർ റഹീം. സാക്കിനു ശേഷം അവിടെ വന്നത് ഗൈനാണ്. അപ്പം ഇവിടെ സാക്കിനായ നൂനിന് ശേഷവും തൻവീനിന് ശേഷവും തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വന്നപ്പോൾ അത് ഇൽഹാറാക്കിക്കൊണ്ട് ഓതി. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കുക, അതിൻ്റെ ശരിയായ ഉച്ചാരണം. ഇനി മത്സരത്തിൽ ഇതുപോലെ തൻവീനോ സാക്കിനായ നൂനിനോ ശേഷം തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വരുന്നത് നിങ്ങളോട് പ്രത്യേകം അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് ചോദിക്കും, ഇങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട്. അപ്പോൾ അവിടെ ഇൽഹാർ എന്ന് പറഞ്ഞാൽ വിലപ്പെട്ട ഒരു മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അടുത്ത നിയമത്തിലേക്ക്.
അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇദ്ഗാം. നമ്മൾ പറഞ്ഞു സാക്കിനാനും തൻവീനും 4 നിയമങ്ങളാണ്. ഒന്ന് ഇദ്ഹാർ, രണ്ടാമത്തേത് ഇദ്ഗാം. ഇദ്ഗാം എന്നാൽ ഇരട്ടിപ്പിക്കുക എന്നാകുന്നു. എന്ന് വെച്ചാൽ ഷദ് വരിക. എങ്ങനെയാണ് ഇവിടെ ഷദ് വരിക? അറബി അക്ഷരമാലയിലെ 28 അക്ഷരങ്ങളിൽ 6 അക്ഷരങ്ങൾ ഇദ്ഹാറിന് പോയി. ഇനി 22 അക്ഷരങ്ങളുണ്ട്. അതിൽ നിന്ന് 6 അക്ഷരങ്ങൾ ഇദ്ഗാമിനുള്ളതാണ്. ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? ഒന്ന് യാ, റാ, ലാം, മീം, വാവ്, നൂന്. ഇത് ഓർക്കാൻ സൗകര്യത്തിന് ഒരു വാക്കാക്കിയിരിക്കുന്നു, യർമലൂന. യർമലൂന. ഓക്കെ. ഈ അക്ഷരങ്ങൾ, ഇതിലേതെങ്കിലും ഒരക്ഷരം സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം വന്നാൽ അവിടെ ഷദ് വരും. ആ അക്ഷരങ്ങൾക്ക്, ഈ അക്ഷരങ്ങൾക്ക് ഷദ് വരും. ഇതാണ് ഇദ്ഗാം. ഇനി ഈ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതുക എന്നാണ്. ആ സാക്കിനായ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ ഈ പറഞ്ഞ 6 അക്ഷരത്തിലേക്ക് ചേർത്തി ഓതുക. ചേർത്തി ഓതുമ്പോൾ അവിടെ ഷദ് വരും. ഇനി ഇദ്ഗാമിനെ നമ്മൾ 2 ആക്കി പിരിക്കുകയാണ്, 2 ഭാഗമാക്കുകയാണ്. അടുത്ത സ്ലൈഡ്. ഓക്കെ. ഒന്ന് ഇദ്ഗാമും ബിഗുന്ന, മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്യാനുള്ളത്, മണിച്ചുകൊണ്ട് ചേർത്തി ഓതാനുള്ളത്. ഇതിന് 4 അക്ഷരങ്ങളാണ്. 6ൽ 4 അക്ഷരം. നൂന്, വാവ്, മീം, യാ. ഇത് ഓർക്കാൻ സൗകര്യത്തിന് ഒരു വാക്കാക്കിയിട്ടുണ്ട്, നൗമി. നൗമി. നൗമി പറഞ്ഞാൽ എൻ്റെ ഉറക്കം എന്നാണ് അർത്ഥം. ഇവിടെ അർത്ഥമല്ല വിഷയം, ഇവിടെ ഓർക്കാൻ സൗകര്യത്തിന് ഒരു വാക്കാക്കിയിരിക്കുകയാണ്. അപ്പൊ നൗമി എന്ന വാക്കിലുള്ള 4 അക്ഷരങ്ങൾ സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം വന്നാൽ ആ സാക്കിനായ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ മണിച്ചുകൊണ്ട് ഈ അക്ഷരത്തിലേക്ക് ചേർത്തി ഓതണം. അപ്പൊ ആ അക്ഷരത്തിന് ഷദ് വരും. ഇതാണ് ഇദ്ഗാം. ഓക്കെ. ഇവിടെ ഉദാഹരണങ്ങൾ. ഔ കസ്വയ്യിബിൻ മിനസ് സമാഇ ഫീഹി ളുലുമാതുൻ വറഅദുൻ വബർഖ്. ഒന്ന് സൂം ചെയ്താൽ തിരക്കിടില്ല, വലിപ്പം പോരാ. ഓക്കെ. ഇവിടെ ഔ കസ്വയ്യിബിൻ, അവിടെ ബാഇന് തൻവീൻ വന്നിരിക്കുന്നു. ശേഷം ഇദ്ഗാമിന്റെ അക്ഷരമായ മീമാണ് വന്നത്. അപ്പം ആ ബാഇന് വന്ന തൻവീനിനെ മണിച്ചുകൊണ്ട് മീമിലേക്ക് ചേർത്തി ഓതുന്നു. അക്കാരണത്താൽ മീമിന് ഷദ് വരുന്നു. മീമിന് ഷദ് വന്നാലാവട്ടെ, മീമിനും നൂനിനും ഷദ് വന്നാൽ അതൊരു 2 ഹർക്കത്ത് മണിക്കണം. അപ്പോ വേറൊന്ന് ളുലുമാതുൻ, തൻവീന് ശേഷം വാവാണ് വന്നത്. അവിടെയും വാവിന് ഷദ് വന്നു. ഇനി ബർഖുൻ, അവിടെ തൻവീന് ശേഷം യാ ആണ് വന്നത്. അവിടെ ബർഖുൻ തൻവീന് ശേഷം യാ വന്നു. ഇനി ഞാൻ പാരായണം ചെയ്യുമ്പോൾ ആ ഹൈലൈറ്റ് ചെയ്തിടത്ത് ശ്രദ്ധിക്കുക. أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين. ഇനി അടുത്ത ഒരു ഉദാഹരണം. وما بكم من نعمة فمن الله وما بكم من نعمة فمن الله. മിൻ സാക്കിനായ നൂന് വന്നു. അതിനുശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായ നൂനാണ് വന്നത്. അപ്പോൾ ആ സാക്കിനായ നൂനിനെ 2ാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്തു. അപ്പോൾ ആ നൂന് ഷദ് വന്നു. ഇദ്ഗാം എന്നാൽ ഷദ് വരിക, ഇരട്ടിപ്പിക്കുക. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നൂനിനും മീമിനും ഷദ് വന്നാലാവട്ടെ അത് 2 ഹർക്കത്ത് മണിക്കണം. അത് അഹ്കാമു തജ്വീദിലെ വളരെ പൊതുവായ ഒരു നിയമം ആകുന്നു. ഇപ്പോൾ നമ്മൾ സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും 4 നിയമങ്ങളിൽ 2 പഠിച്ചു. ഒന്ന് ഇദ്ഹാർ, ഒന്ന് ഇദ്ഗാം. ഇനി ഇദ്ഗാം നമ്മൾ മുഴുവൻ പഠിച്ചിട്ടില്ല. ഇദ്ഗാമിന്റെ 6 അക്ഷരങ്ങളിൽ
ഇദ്ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് ചേർത്താതിനുള്ള 4 അക്ഷരങ്ങൾ മാത്രമാണ് പഠിച്ചത്. ഇനി 2 അക്ഷരങ്ങൾ ബാക്കിയുണ്ട്, ലാമും റാവും. അതാണ് പഠിക്കാൻ പോകുന്നത്. ആ ഇദ്ഗാം ബിഗുന്നയുടെ കുറെ എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തത്. അത് ഇപ്പൊ നമ്മളിവിടെ വിവരിക്കുന്നില്ല. കണ്ടില്ലേ, മയ്യഖൂലു കുറെ എക്സാമ്പിൾസ്, അതിവിടെ വിവരിക്കുന്നില്ല. ഇനി ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ. ഇപ്പൊ നേരത്തെ കണ്ട 4 മണിച്ചുകൊണ്ട് ചേർത്തി ഓതാനുള്ളതാണ്. ഇനി ബാക്കിയുള്ള ലാമും റാവും മണിക്കാതെ ചേർത്തി ഓതാനുള്ളതാണ്. ഓക്കെ, അതിന്റെ ഉദാഹരണങ്ങൾ കാണാം. ഒന്ന് സൂം ചെയ്യാം. ഒന്ന് സൂം ചെയ്യുക, കാരണം അത് വലിപ്പം പോരാ, ശരിക്ക് കാണുന്നില്ല. നൂർ കേൾക്കുന്നില്ലേ? ഓക്കെ, ശരി. ഓക്കെ, അവിടെ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ, മിർ റിസ്ഖിൻ സാക്കിനായതിനു ശേഷം റാ വന്നിരിക്കുന്നു. അവിടെ ആ നൂനെ മണിക്കാതെയാണ് റായിലേക്ക് ചേർത്തി ഓതുന്നത്. അപ്പോഴും അവിടെ ഷദ് വരുന്നു. മണിച്ചുകൊണ്ട് ചേർത്തി ഓതുമ്പോഴും മണിക്കാതെ ചേർത്തി ഓതുമ്പോഴും ഷദ് വരും. ഇതാണ് ഇദ്ഗാം. ഇനി രണ്ടാമത്തെ ഉദാഹരണം ഈശത്തിൻ, തൻവീന് ശേഷം റാ വന്നു, ഈശത്തി റാദിയ. മൂന്നാമത്തെ ഉദാഹരണം ലാമിൻ്റെതാണ്. മില്ലതുന്ന, മിൻ ആ സാക്കിനായ നൂനിനെ ലാമിലേക്ക് ചേർത്തി ഓതി മണിക്കാതെ, മില്ലതുന്ന. അപ്പൊ ഇദ്ഗാം ബിലാ ഗുന്ന എന്ന് പറയുമ്പോൾ അവിടെ ആ സാക്കിനായ നൂനോ തൻവീനോ കേൾക്കുകയില്ല. അതവിടെ ഉള്ള മാതിരി തോന്നുകയില്ല. പക്ഷേ ഈ ലാമിനും റാനും ഷദ് വരും എന്ന് മാത്രം. ഇനി ഞാൻ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഹൈലൈറ്റ് ചെയ്തെടുത്ത് ശ്രദ്ധിക്കുക. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. ഇല്ലേ, മിർ റിസ്ഖിൻ നൂൻ അവിടെ ഉണ്ടാവുകയേ ഇല്ല. രണ്ടാമത്തേത് فهو في عيشة راضية, فهو في عيشة راضية. കണ്ടോ, ആ തൻവീൻ അവിടെ കാണുകയില്ല, കേൾക്കുകയില്ല. മൂന്നാമത്തെ ഉദാഹരണം وإذا لآتيناهم من لدنا أجرا عظيما, وإذا لآتيناهم من لدنا أجرا عظيما. മില്ലതുന്ന, മില്ലതുന്ന നൂനില്ല, എന്നാൽ ലാമിൽ ഷദ് വന്നു. ഇതാണ് ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ ചേർത്തി ഓതുക. ഇതോടുകൂടി നാം ഇദ്ഹാറും ഇദ്ഗാമും പഠിച്ചു കഴിഞ്ഞു. 2 ഔട്ട് ഓഫ് 4. ഇനി 2 നിയമങ്ങളാണ് നമുക്ക് ബാക്കിയുള്ളത്, അതിലേക്ക് പോകാം. ഓക്കെ, അതില് ഇവിടെ ഇഖ്ലാബാണ് മൂന്നാമതായി വന്നത്. ഇഖ്ലാബ് എന്ന ആ നിയമത്തിന് ഒരൊറ്റ അക്ഷരേ ഉള്ളൂ, ബാ. സാക്കിനായ നൂനോ തൻവീനോ ശേഷം ബാ വന്നാൽ അവിടെ ഇഖ്ലാബാക്കിക്കൊണ്ടാണ് പാരായണം ചെയ്യുക. അതിൻ്റെ മുമ്പ് ഞാൻ പറയാൻ പറ്റിയൊരു സംഗതി, നമ്മളിപ്പോൾ ഇദ്ഗാം പഠിച്ചു. സാക്കിനായ നൂനോ തൻവീനോ ശേഷം യർമലൂന എന്ന വാക്കിലുള്ള ഏതെങ്കിലും അക്ഷരം വരികയാണെങ്കിൽ അത് നിങ്ങളോട് ചോദിക്കുമ്പോൾ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ, ഇദ്ഗാം ബി ഗുന്ന മണിച്ചുകൊണ്ട് ചേർത്തി എഴുതാനുള്ളതാണെങ്കിൽ ഇദ്ഗാം ബി ഗുന്ന എന്ന് പറയണം. ഇനി ലാമും റാവും ആണെങ്കിൽ ഇദ്ഗാം ബിലാ ഗുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിലപ്പെട്ട ഒരു മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഇഖ്ലാബ്. ഇഖ്ലാബിൻ്റെ ഒരു അക്ഷരം മാത്രമാണ് ബാ. ഇഖ്ലാബ് എന്നാൽ മാറ്റിമറിക്കുക എന്നാകുന്നു അതിൻ്റെ അർത്ഥം. എന്ത് മാറ്റിമറിക്കുക? സാക്കിനായ നൂനോ തൻവീനോ വന്നു, അതിനുശേഷം ബാ വരികയാണെങ്കിൽ ആ സാക്കിനായ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ മീമാക്കി മറിച്ചു കൊണ്ടുപോകുക. അവിടെ മീമിന്റെ ഉച്ചാരണമാണ് കേൾക്കുക, നൂനിൻ്റേത് കേൾക്കുകയില്ല, തൻവീനിൻ്റേത് കേൾക്കുകയില്ല. ഇനി ഉദാഹരണത്തിലേക്ക് നോക്കാം, അതൊന്ന് സൂം ചെയ്യാം. ഓക്കെ, അവിടെ
ലയും ബദന്ന, അവിടെ ലയുൻ ഒരു സാക്കിനാനൂൻ വന്നിരിക്കുന്നു, ശേഷം ബ ആണ്. അപ്പൊ അവിടെ ലയുൻ ബദന്ന എന്ന് ഓതാൻ പാടില്ല. മറിച്ച് ലയും ലയും ബദന്ന, ആ നൂനെ മീമാക്കി മറിച്ച് അതോടൊപ്പം 2 ഹർക്കത്ത് മണിച്ചു കൊണ്ടുവേണം പാരായണം ചെയ്യാൻ. ഈ ഹർക്കത്ത് എന്ന് പറയുമ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക്, ഒരു ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചൂണ്ടുവിരൽ ഒരു മീഡിയം സ്പീഡിൽ ഒന്ന് മറക്കാനുള്ള സമയമാണ് ഒരു ഹർക്കത്ത്. അത് അതേ സ്പീഡിൽ നിവർത്തുകയും കൂടെ ചെയ്യുമ്പോൾ 2 ഹർക്കത്തായി. കണ്ടില്ലേ? 1 2 ഇത്രയും സമയമാണ് ഇദ്ഗാം ബി ഗുന്നയായാലും ഇഖ്ലാബായാലും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇഖ്ഫ ആയാലും ഷദ്ദുള്ള നൂനായാലും ഷദ്ദുള്ള മീമായാലും മണിക്കാനുള്ളതൊക്കെ തന്നെ 2 ഹർക്കത്താണ് മണിക്കേണ്ടത്. ഓക്കെ. كلا لينبذن في الحطمة كلا لينبذن في الحطمة. ക്ലിയർ അല്ലേ? അടുത്ത ഉദാഹരണം ഹൈലൈറ്റ് ചെയ്തെടുത്ത് ശ്രദ്ധിച്ചാൽ മതി. كلا لئن لم ينته لنسفعا بالناصية. ലനസ്ഫഅൻ എന്നാണ് അവിടെ ഉള്ളത്, പക്ഷേ ശേഷം ബാഗ് വന്നതുകൊണ്ട് ലനസ്ഫഅൻ എന്ന് ഉച്ചരിക്കൂല, ലനസ്ഫഅം മീമാണ് ഉച്ചരിക്കുക. ഇതാണ് ഇഖ്ലാബ്, മാറ്റി മറിക്കുക. كلا لئن لم ينته لنسفعا بالناصية وأما من بخل واستغنى وأنت حل بهذا البلد. ഇപ്പോൾ നാം ഇഖ്ലാബും പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു നിയമം മാത്രമാണ് സാക്കിനായ നൂനിൻ്റെതും തൻവീനിൻ്റെതും നമുക്ക് പഠിക്കാൻ ബാക്കിയുള്ളത്. അതിലേക്ക് പ്രവേശിക്കാം. ഇനി 4ാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇഖ്ഫ ആണ്. ഇഖ്ഫാനാണ് ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ ഉള്ളത്. നമ്മൾ നേരത്തെ ഇദ്ഹാറിന് 6 അക്ഷരം, ഇദ്ഗാമിന് 6 അക്ഷരം 12ആയി, ഇഖ്ലാബിന് ഒരേ ഒരു അക്ഷരം 13. അപ്പോൾ 28ൽ നിന്ന് 13 കിഴിച്ചാൽ ബാക്കി 15 അക്ഷരങ്ങളുണ്ട്. ഈ 15 അക്ഷരങ്ങളും ഇഖ്ഫാഇനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അക്ഷരങ്ങൾ ഓർത്തിരിക്കേണ്ടതില്ല. നമ്മൾ ഇദ്ഹാറിന്റെ അക്ഷരം, തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന 6 അക്ഷരങ്ങൾ ഓർക്കണം. പിന്നെ ഇദ്ഗാമിന്റെ 6 അക്ഷരം, യർമലൂന എന്ന വാക്ക് ഓർത്തിരുന്നാൽ മതി. അതിലുള്ള 6 അക്ഷരങ്ങളും ഓർത്തിരിക്കുക. 6 6 12. ഒരു അക്ഷരമേ ഉള്ളൂ, ഓർക്കാൻ എളുപ്പമാണ്, 13 അക്ഷരം. ഈ 13 അക്ഷരങ്ങൾ ഓർത്തിരുന്നാൽ മതി. ബാക്കി എല്ലാം ഇഖ്ഫായിലേക്ക് വരവ് വെച്ചാൽ മതി. എല്ലാം ഇഖ്ഫ ആണ്. ഇനി എന്താണ് ഇഖ്ഫാ? ഇഖ്ഫ എന്ന മറച്ചു വെക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? മറച്ചു വെക്കുക, ഇഖ്ഫ. എന്തെന്ന് മറച്ചു വെക്കുക? ഈ സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും ശരിയായ ഉച്ചാരണം മറച്ചു വെക്കുക, അത് ഹൈഡ് ചെയ്യുക, എന്നിട്ട് മണിക്കുക. 2 ഹർക്കത്ത് തന്നെയാണ് അവിടെയും മണിക്കുക. അപ്പോൾ സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും ശരിയായ ഉച്ചാരണം ഹൈഡ് ചെയ്തുകൊണ്ട്, അത് മറച്ചു വെച്ചുകൊണ്ട് ഒരു 2 ഹർക്കത്ത് മണിക്കുക. ഇതാണ് ഇഖ്ഫ. ഇനി എങ്ങനെയാണത് എന്ന് നോക്കാം. ഓക്കെ, ശരി. അവിടെ അൻസൽന എന്നാണുള്ളത്, പക്ഷേ ശേഷം ഇഖ്ഫാന്റെ അക്ഷരമായ സ വന്നതുകൊണ്ട് അൻ എന്ന് കേൾക്കരുത്. അൻ എന്ന് കേൾപ്പിക്കാതെ ഇനി അതേ ആയത്തിന്റെ അവസാനത്തിൽ മാ അൻ, തൻവീന് ശേഷം ഇഖ്ഫാന്റെ അക്ഷരമായ ഫ വന്നു. അതുകൊണ്ട് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ആയത്തുകൾ ഓതുക മാത്രം ചെയ്യും, വിശദീകരിക്കുന്നില്ല. അവിടെ ആ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തയിടത്ത് നിങ്ങൾ ഞാൻ ഓതുന്നത് ശ്രദ്ധിച്ചാൽ മതി. وأنزلنا من المعصرات ماء ثجاجا وكأسا دهاقا يوم ينفخ في الصور فتأتون أفواجا وبنينا فوقكم 7 شدادا ذلك اليوم الحق
فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا ويقول الكافر يا ليتني كنت ترابا ഇപ്പോൾ സാക്കിനായ നൂനിനും തൻവീനും ശേഷം ഇഖ്ഫാഇന്റെ ധാരാളം അക്ഷരങ്ങൾ വന്ന ഉദാഹരണങ്ങൾ കണ്ടു കഴിഞ്ഞു. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങൾ വരിക ഇഖ്ഫാഇന്റേതാണ്. കാരണം 15 അക്ഷരങ്ങൾ ഉള്ളത് കൊണ്ട്. ഇനി സാക്കിനായ നൂനിന്റെയും തൻവീന്റെയും നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ അത് ഞാൻ പറയുമ്പോൾ മാത്രം സ്ലൈഡ് മാറ്റിയാൽ മതി, അത് പൂർത്തിയായിട്ടില്ല. ഓക്കെ, ഞാൻ പറയുമ്പോൾ മാറ്റിയാൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ ഈ 4 നിയമങ്ങളും പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ ഇഖ്ഫാഇന്റെ വിഷയത്തിൽ വേറെ അഡീഷണൽ ആയിട്ട് ഒരു സംഗതി കൂടി മനസ്സിലാക്കാനുണ്ട്. സാധാരണഗതിയിൽ തജ്വീദ് ക്ലാസ്സുകളിൽ അത് വിഷയീഭവിക്കാറില്ല, വിവരിക്കാറുമില്ല. പക്ഷെ ഇത് നമ്മൾ ഒരു സ്റ്റേറ്റ് ലെവൽ മത്സരത്തിലേക്കാണ് പോകുന്നത്. അതിൽ തന്നെ 2 റൗണ്ട് മത്സരിച്ച് ക്വാളിഫൈ ചെയ്തവരാണ് നിങ്ങൾ. ഓൺലൈൻ ഫൈനൽ റൗണ്ടിലേക്കാണ് അടുത്ത പോക്ക്. അത് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫിനാലെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇഖ്ഫാന്റെ വിഷയത്തിലുള്ള ഈ ഒരു അഡീഷണൽ കാര്യം ഇപ്പം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഫൈനൽ റൗണ്ടിൽ ജഡ്ജസ് ഒരു പക്ഷേ അതും കൂടി പരിഗണിച്ചുകൊണ്ടാണ് മാർക്കിടുക. അതെന്താന്ന് വെച്ചാൽ ഇഖ്ഫാന്റെ ഈ 15 അക്ഷരങ്ങളോട് വന്നു കഴിഞ്ഞാൽ ഒരുപോലെയല്ല മണിക്കുക. അതിൽ ഇസ്തിഅലാഇന്റെ ഒരു 5 അക്ഷരങ്ങളുണ്ട്. ഇഖ്ഫാന്റെ 15 അക്ഷരങ്ങളിൽ ഇസ്തിഅലാഇന്റെ ഒരു 5 അക്ഷരങ്ങൾ ഉണ്ട്. ഇസ്തിഅലാന് 7 അക്ഷരങ്ങളുണ്ട്. പക്ഷെ അതിൽ ഒന്ന് ഖൈനാണ്, ഒന്ന് ഖ ആണ്. അത് രണ്ടും ഇദ്ഹാറിന്റെ അക്ഷരങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഖ്ഫാന്റെ 15 അക്ഷരങ്ങളിൽ ഇസ്തിഅലാഇന്റെ 5 അക്ഷരങ്ങളേ ഉള്ളൂ. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് ഖാഫ്, ത്വാ, വാ, സ്വാദ്, ദ്വാദ്, ഈ 5 അക്ഷരങ്ങൾ. ഒന്നും കൂടെ ഖാഫ്, ത്വാ, വാ, സ്വാദ്, ദ്വാദ്. ഈ 5 അക്ഷരങ്ങൾ തൻവീനോ സാക്കിനായ നൂനോ ശേഷം വരികയാണെങ്കിൽ അതൊന്ന് തഫ്ഹീമോട് കൂടിയാണ് മണിക്കേണ്ടത്, ഒന്ന് കനപ്പിച്ചുകൊണ്ടാണ് മണിക്കേണ്ടത്. എന്നാൽ ബാക്കി 10 അക്ഷരം, ഈ 5 എണ്ണം കഴിച്ച് ബാക്കി 10 അക്ഷരങ്ങൾ വരുമ്പോൾ ഒന്ന് തർക്കീക്കാക്കിക്കൊണ്ട് ഒന്ന് താഴ്ത്തിക്കൊണ്ടാണ് മണിക്കേണ്ടത്. ഇത് വളരെ സൂക്ഷ്മമായ ഒരു സംഗതിയാണ്. സാധാരണഗതിയിൽ ശ്രദ്ധിക്കപ്പെടാത്തൊരു സംഗതിയാണ്. സാധാരണ തജ്വീദ് ക്ലാസ്സുകളിൽ അത് വിവരിക്കാറുമില്ല. പക്ഷെ ഇതൊരു ഫൈനൽ മത്സരത്തിലേക്ക് പോവുകയായതുകൊണ്ട് ചില ജഡ്ജസ് എന്ന് പറയുമ്പോൾ അഹ്കാം തജ്വീദ് നോക്കുന്ന ഒരു ജഡ്ജ് ഉണ്ടാവും, മഖാരിജുൽ ഹുറൂഫ് നോക്കുന്ന വേറൊരാളുണ്ടാവും, മനസ്സിലായില്ലേ, ഹിഫ്ള് നോക്കുന്ന ഒരാളുണ്ടാവും. ഇങ്ങനെ 5 ജഡ്ജസാണ് നമുക്ക് ഉണ്ടാവുക. അതിന് അഹ്കാം തജ്വീദ് നോക്കുന്ന ആൾ ഇതുകൂടി പരിഗണിച്ചുകൊണ്ട് മാർക്കിടുകയാണെന്നുണ്ടെങ്കിൽ നേരിയൊരു വ്യത്യാസം ഇവിടെ വരും. അപ്പം അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പറയാണ്, നിങ്ങളോട് ചോദിക്കുന്നതിൽ ഇതൊന്നും വരില്ല. ചോദിക്കുന്നതിൽ സാക്കിനായ നൂനോ തൻവീനോ ശേഷം ഈ 15-ൽ ഏത് വന്നാലും നിങ്ങൾ ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടി. പക്ഷെ പാരായണം ചെയ്യുന്നിടത്താണ് ഈ ഒരു ചെറിയ വ്യത്യാസം ഉള്ളത്. അത് ഇപ്പം ആദ്യം വന്ന ഉദാഹരണങ്ങളിലൊക്കെ തന്നെ ഈ പറഞ്ഞ ഇസ്തിഅലാഇന്റെ 5 അക്ഷരങ്ങൾ ഇല്ല. എന്നാൽ അവസാനത്തെ ഉദാഹരണത്തിൽ അത് വന്നിട്ടുണ്ട്. ഇപ്പൊ നോക്കുക, ആദർനാക്കും അവിടെ ഇസ്തിഅലാഇന്റെ അക്ഷരം വന്നില്ല. എന്നാൽ അഴദാബൻ തൻവീന് ശേഷം ഖാഫ് വന്നു, ഇസ്തിഅലാഇന്റെ അക്ഷരമാണ്. അതുപോലെ തന്നെ യൻദുറു എന്ന വാക്കിൽ സാക്കിനായ നൂനിന് ശേഷം അല്ലാഹു വന്നു, ഇസ്തിഅലാഇന്റെ അക്ഷരമാണ്. അപ്പം ഇസ്തിഅലാഇന്റെ അക്ഷരം വരുന്നിടത്തും അല്ലാത്തയിടത്തുള്ള വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കുക.
ആദ്യത്തെ ഉദാഹരണം ഞാൻ ഓതുകയാണ്, സീലായിട്ട് വന്നിട്ടില്ല. وأنزلنا من المعصرات ماء ثجاجا أنزلنا ماء ثجاجا. ഇത് മണിക്കുന്നത് തർക്കീക്കാക്കിക്കൊണ്ടാണ്, എന്ന് വെച്ചാൽ താഴ്ന്നുകൊണ്ടാണ്. എന്നാൽ ഇനി അവസാനത്തെ ആയത്തിലേക്ക് നോക്കുക. അവിടെ ആദ്യം ഈ പറഞ്ഞ സംഗതി ഇസ്യല അല്ലാതെയാണ്. ഇന്നർനാക്കും അങ്ങനെ തന്നെയാണ്. എന്നാൽ തുടർന്ന് ഇന്നർനാക്കും അദാബൻ ഖരീബാ അദാബൻ ഖരീബാ. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? അങ്ങ് കോത്ത് കേട്ടിട്ട് ഒരാൾ അൺമ്യൂട്ട് ചെയ്യാ പറയാം. തോന്നുന്നുണ്ടോ? എന്താണ് തോന്നുന്നത്? എന്താ നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നത്? അദാബൻ ഖരീബ എന്നുള്ള സ്ഥലത്ത് തഫ്ഹീമായിട്ടാണ് ഇതാക്കിയത്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുമ്പോൾ വേറൊരാള് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഇന്നർനാക്കും അദാബൻ ഖരീബൻ യൗമ യൻദുറുൽ മർ. അവിടെ യൻദുറു യൻദുറു എന്നിടത്ത് ഓതിയെടുത്ത് എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ വേറൊരാള് പറയാം. ഉണ്ട്. എന്താ വ്യത്യാസം? അവിടെ തഫ്ഹീമാക്കിക്കൊണ്ട്. അപ്പോൾ സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ഇസ്തിഅലാന്റെ അക്ഷരങ്ങളായ ഖാഫ്, ത്വാ, ളാ, സ്വാദ്, ദ്വാദ് എന്നീ അക്ഷരങ്ങൾ വന്നാൽ അവിടെ മറച്ചു മണിക്കാണ് വേണ്ടത്. പക്ഷെ ഒന്ന് തഫ്ഹീമാക്കിക്കൊണ്ടാണ് അത് മണിക്കുക. ഇത് ചോദിക്കും പറയൊന്നുമില്ല. നിയമം നിങ്ങൾ ഇസ്തിഅലാന്റെ അക്ഷരം വന്നാലും അല്ലെങ്കിലും ഇഖ്ഫ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടി. പക്ഷെ ഓതുമ്പോൾ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം. ഇതുവരെ അത് ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ ഇന്ന് മുതൽ തുടർന്ന് ഓതുമ്പോൾ ഇഖ്ഫ ആണെങ്കിൽ ഇസ്തിഅലാന്റെ അക്ഷരം വരുന്നുവെങ്കിൽ ഒന്ന് തഫ്ഹീമാക്കിക്കൊണ്ട് മണിക്കുക. ഇത് ഫൈനൽ മത്സരത്തിൽ അഹ്കാമു തജ്വീദ് നോക്കുന്ന ജഡ്ജ് ഇതും കൂടെ പരിഗണിച്ചിട്ട്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇഖ്ഫാന്റെ മാർക്ക് ഇടുന്നിടത്ത് ഇസ്തിഅലാന്റെ അക്ഷരം തഫ്ഹീമാക്കിക്കൊണ്ട് മണിക്കുന്ന ആൾക്ക് ഒരു പണത്തൂക്കം കൂടുതൽ മാർക്ക് ഇടുകയാണെങ്കിൽ അത് തഫ്ഹീമാക്കാതെ എല്ലാം ഒരുപോലെ ഓതുന്ന ആൾക്ക് ഒരു പണത്തൂക്കം കുറച്ചിട്ടാണ് ഇടുക. ചിലപ്പോൾ ഈ ഒരു പണത്തൂക്കത്തിന്മേലായിരിക്കും ഫസ്റ്റ് റാങ്ക് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് നഷ്ടപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തുടർന്നുള്ള പാരായണത്തിൽ അത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത്. ഇനി അവസാനത്തെ ആയത്ത് ഞാൻ ഒന്നും കൂടെ പാരായണം ചെയ്യാണ്. അപ്പോൾ ഇസ്തിഅലാന്റെ അക്ഷരം വന്ന രണ്ടും വരാത്ത രണ്ടും ഒന്ന് വേർതിരിച്ച് ശ്രദ്ധിച്ച് നോക്കുക. إِنَّا عَذَابًا قَرِيبًا يَوْمَ يَنظُرُ الْمَرْءُ مَا قَدَّمَتْ يَدَاهُ ويقول الكافر يا ليتني كنت ترابا. صدق الله العظيم. ഇതോടുകൂടി സാക്കിനായ നൂനിന്റെയും തൻവീന്റെയും നിയമങ്ങൾ നമ്മൾ പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സാക്കിനായ മീമിന്റെ നിയമമാണ്. സാക്കിനായ മീമിന്റെ നിയമം. ഓക്കെ, അഹ്കാമുൽ മീമി സാക്കിന. ഓക്കെ, ഇത് വളരെ എളുപ്പമാണ്. ആരാണ് അവിടെ അൺമ്യൂട്ട് ചെയ്തിട്ടുള്ളത്? മ്യൂട്ട് ചെയ്യുക, എല്ലാവരും മ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 5 മിനിറ്റ് ഇതിനു വേണ്ടി. കാരണം സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങൾ തന്നെയാണ് സാക്കിനായ മീമിനും ഉള്ളത്. ആകെയുള്ളൊരു വ്യത്യാസം, സാക്കിനായ നൂനിനും തൻവീനും 4 നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഇദ്ഹാർ, ഇദ്ഗാം, ഇഖ്ലാബ്, ഇഖ്ഫാ, 4 നിയമങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ സാക്കിനായ മീമിന് 3 നിയമങ്ങളേ ഉള്ളൂ. ഇഖ്ലാബ് ഇല്ല, ബാക്കി 3 നിയമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കാൻ എളുപ്പമുണ്ട്. അവിടെ C2 G39
ഒന്ന് മ്യൂട്ട് ചെയ്താട്ടെ. ഇനി അൺമ്യൂട്ട് ചെയ്താൽ മീറ്റിംഗ് റിമൂവ് ചെയ്യും. ഞാൻ പറഞ്ഞുതരാം. മീറ്റിംഗ് റിമൂവ് ചെയ്യും. ആ, ഒന്ന് സൂം ചെയ്താട്ടെ. ഇനി വേറെ ഉണ്ടല്ലോ, ആരോ അൺമ്യൂട്ട് ചെയ്തത്? ആരാണ് അൺമ്യൂട്ട് ചെയ്തത്? സാറുടെ എത്ര പേരാ? ആരാണ്? ഞാനും ഹോസ്റ്റാണ്, എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ആ, ഓക്കെ. സാക്കിനായ മീമിന് ശേഷം, സാക്കിനായ മീം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഫത്ഹോ കസ്റോ ലൊമ്മ ഇല്ലാത്തതിനൊക്കെ സാക്കിൻ എന്നാ പറയാ എക്കാമത്തെ ജീവിതത്തിൽ. അത് മീമായാലും നൂനായാലും ഏതക്ഷരായാലും ശരി. അപ്പം ഫത്ഹും കസ്റും ലൊമ്മും ഇല്ലാത്ത മീമിന് ശേഷം മീമ് വരികയാണെങ്കിൽ ഇദ്ഗാമാണ്. ഇവിടെ ഇദ്ഗാം ബി ഒന്നയും ഇദ്ഗാം ബിലാ ഒന്നയൊന്നുമില്ല. ഇവിടെ ആകെ ഒരു ഇദ്ഗാമേ ഉള്ളൂ, അത് മണിച്ചുകൊണ്ടുള്ളതാണ്. ഓക്കെ. ഈ സാക്കിനായ മീമിന് ശേഷം മീമ് വരികയാണെങ്കിൽ ആ സാക്കിനായ മീമിനെ ഈ ഹർക്കത്തുള്ള മീമിലേക്ക് ഇദ്ഗാം ചെയ്യും. അപ്പം എന്ത് ചെയ്യും? ആ മീമിന് ശബ്ദ് വരും. മീമിന് ശബ്ദ് വന്നാലാവട്ടെ 2 ഹർക്കത്ത് മണിക്കണം. അത് കോമൺ നിയമമാണ്. അപ്പൊ അതിന്റെ ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. الذي أطعمهم من جوع وآمنهم من خوف. الذي أطعمهم من جوع وآمنهم من خوف. സാക്കിന മീമിനെ ഹർക്കത്തുള്ള മീമിലേക്ക് ഇദ്ഗാം ചെയ്തു. ആ മീമിന് ശബ്ദ് വന്നു, അത് 2 ഹർക്കത്ത് മണിച്ചു. ഇതാണ് സാക്കിന മീമിന്റെ ഇദ്ഗാം എന്ന് പറഞ്ഞ നിയമം. ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ഉദാഹരണം, ഇതും കഴിഞ്ഞു. ഇനി അടുത്ത നിയമം. ഓക്കെ, അടുത്തത് ഇഖ്ഫാ ആണ്. നമ്മൾ പറഞ്ഞല്ലോ സാക്കിനായ നൂന്റെയും തൻവീന്റെയും 4 നിയമങ്ങളിൽ 3 മീമിനുണ്ട്, ഒന്നേ ഇല്ലാത്തുള്ളൂ, അത് ഇഖ്ലാബാണ്. ഇവിടെ ഇഖ്ഫാന് ഒരക്ഷരേ ഉള്ളൂ, ഇദ്ഗാമിന് ഒരക്ഷരേ ഉള്ളൂ, അത് മീമാണ്. ഇഖ്ഫാവിനാവട്ടെ ഒരക്ഷരേ ഉള്ളൂ, അത് ബാ ആണ്. ഓക്കെ. സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ആ മീമിനെ മറച്ച് മണിക്കുക. നേരത്തെ നമ്മൾ സാക്കിനായ നൂനിനെ മറച്ച് മണിക്കുന്ന കാര്യം പറഞ്ഞു. ഇവിടെ മീമിനെയാണ് മറച്ച് മണിക്കുന്നത്. എന്ന് വെച്ചാൽ മീമിന്റെ ശരിയായ ഉച്ചാരണം മറച്ച് വെച്ചുകൊണ്ട് മണിക്കും. ഇനി നമുക്ക് ഉദാഹരണത്തിലേക്ക് പോകാം. ഒന്ന് സൂം ചെയ്തോളൂ. ഓക്കെ. അവിടെ ഇന്ന റബ്ബഹും സാക്കിനായ മീമ് വന്നു, ശേഷം ബാ ആണ്. ഇന്ന റബ്ബഹും ബിഹിം, റബ്ബഹും എന്ന് പറഞ്ഞാലാണ് മീമാവുക. ചുണ്ടിന് പൂടണം, അപ്പോഴേ മീമ് വരുള്ളൂ. റബ്ബഹും, അവിടെ ചുണ്ട് പൂട്ടൂല. 2 ചുണ്ടുകൾക്കിടയിൽ ചെറിയൊരു വിടവുണ്ടാവും. അപ്പോൾ മീം ഹൈഡ് ചെയ്യപ്പെടും, അതോടൊപ്പം മണിക്കുന്നു. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. ബാ ഉച്ചരിക്കുമ്പോൾ ചുണ്ട് പൂടും. ഞാൻ മീം ഉച്ചരിക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. ബാ ഉച്ചരിക്കണമെങ്കിൽ ചുണ്ട് പൂടാതെ പറ്റൂല. ബാ ബി ബു ഉണ്ടില്ലേ. മീമ് റബ്ബഹും ഉച്ചരിക്കണമെങ്കിലും ചുണ്ട് പൂട്ടണം. ഇവിടെ ഇഖ്ഫ ആയതുകൊണ്ട്, മീമിനെ ഹൈഡ് ചെയ്യായതുകൊണ്ട് മീം ഉച്ചരിക്കുമ്പോൾ ചുണ്ട് പൂട്ടൂല. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. അടുത്ത ഉദാഹരണം, തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ഇതോടുകൂടി സാക്കിനായ മീമിന്റെ 2ാമത്തെ നിയമവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരേ ഒരു നിയമം മാത്രമാണ് ബാക്കിയുള്ളത്, അതിലേക്ക് പ്രവേശിക്കാം. ഇദ്ഹാറാണ് ഇനിയുള്ളത്.
ഇദ്ഹാറിന് നമ്മളിപ്പോൾ നേരത്തെ ഇദ്ഗാമിന് മീമ് പഠിച്ചു, ഇഖ്ഫാന് ബാവ് പഠിച്ചു. ഈ 2 അക്ഷരങ്ങൾ ഒഴികെ ബാക്കി 26 അക്ഷരങ്ങളും ഇദ്ഹാറിനുള്ളതാണ്. അഥവാ ബാവും മീമും അല്ലാത്ത ഏതൊരക്ഷരവും സാക്കിനായ മീമിന് ശേഷം വന്നാൽ ആ മീമിന്റെ ശരിയായ ഉച്ചാരണം കണ്ട് പ്രകടമാക്കണം, വെളിവാക്കണം. അതാണ് ഇദ്ഹാർ, വെളിവാക്ക്. ഇനി അതിന്റെ ഉദാഹരണം നോക്കാം. ഒന്ന് സൂം ചെയ്യാം. الإظهار بومي ഓക്കെ, ഇവിടെ സാക്കിനായ മീം വന്നിടത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ശ്രദ്ധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ وأرسل عليهم طيرا أبابيل. ഉണ്ടോ? ആ സാക്കിനായ മീം വന്നതൊക്കെ അതിൻ്റെ ശരിയായ ഉച്ചാരണം അലം കൈദഹും അലൈഹിം. അതിൻ്റെ ശരിയായ ഉച്ചാരണം കണ്ട് വെളിവാക്കി അവിടെ മണിക്കുകയോ മറച്ചു വെക്കുകയോ ചേർത്ത് ഓതുകയോ ഒന്നും ചെയ്യൂല. ആസ് ഇറ്റ് ഈസ്, എങ്ങനെയാണോ ആ സാക്കിനായ മീമുള്ളത് അങ്ങനെ തന്നെ അത് ഉച്ചരിക്കുന്നു. ഇതോടുകൂടി നമ്മൾ സാക്കിനായ മീമിൻ്റെ നിയമവും പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയാണ് ഒരു ക്ലാസ്സിന് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ 45 മിനിറ്റായി നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട്. ഇനി വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്ന് വെച്ചാൽ ഒരു 2-3 കുട്ടികളെ കൊണ്ട് അല്പഭാഗം ഓദിക്കുന്നു. എന്നിട്ട് അതിൽ ഇപ്പം നമ്മൾ ഈ വിവരിച്ച നിയമമുണ്ടല്ലോ, ആ നിയമത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ ഒന്ന് എന്താ പറയുക, തിരുത്തുന്നു, ഒന്ന് നിരൂപണം ചെയ്യുന്നു. ഒരു 3 കുട്ടികളെ കൊണ്ട് അല്പഭാഗം ഓദിക്കുന്നു, അതൊന്ന് നിരൂപണം ചെയ്യുന്നു, നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുന്നു ഇൻഷാ അല്ലാഹു തആല. അപ്പോൾ അതിൽ കാറ്റഗറി 2, 3 വിഭാഗത്തിലുള്ള ഓരോ ബോയ്സിനെ കൊണ്ടും ഓരോ ഗേൾസിനെ കൊണ്ടും ഓദിക്കും. അപ്പോൾ ആകെ 4 കുട്ടികൾ. അതിന് ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചെസ് നമ്പറിൽ ജോയിൻ ചെയ്യുക. എന്നാൽ പിന്നെ എനിക്ക് ആ ചെസ് നമ്പറിൽ കാറ്റഗറി ഏതാണ്, ഗേൾസ് ആണോ ബോയ്സ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, ആദ്യമായി വിളിക്കുന്നത് ഒക്കെ കാറ്റഗറി 3 ബോയ്സ് ആണല്ലോ കാണുന്നത്. കാറ്റഗറി 2-ൽ പെട്ടാരും ജോയിൻ ചെയ്തിട്ടില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ നോക്കുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താലേ എല്ലാവരും കാണുള്ളൂ. കാറ്റഗറി 2 G13 ഏതെങ്കിലും മനഃപ്പാടമുള്ള അല്പഭാഗം ഓതുക. ഓതിക്കൊണ്ടിരുന്നാൽ മതി. ഞാൻ സദഖല്ലാഹുൽ അലീം എന്ന് പറയുമ്പോൾ നിർത്തിയാൽ മതി. C2 G13 വീഡിയോ ഓൺ ചെയ്യൊന്നും വേണ്ട, ഓതിയാൽ മതി. C2 G13 കേൾക്കുന്നുണ്ടോ? എന്നാ ഓതിക്കോളൂ. ഏതെങ്കിലും ഒരു സൂറത്തിന്റെ അല്പഭാഗം ഓതിയാൽ മതി. എന്ത്? ഏതെങ്കിലും ഓതിയാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നത് ഓതിയാൽ മതിയോ എന്ന് ചോദിക്കണോ? പക്ഷെ ഫീലിലെ പ്രശ്നം എന്താ വെച്ചാൽ സാക്കിനായ നൂനിന്റെയും തൻവീന്റെയും നിയമങ്ങൾ വല്ലാതെ വരുന്നില്ല. സാക്കിനായ മീമേ വരുന്നുള്ളൂ. അതെല്ലാം വരുന്ന ഒരു സൂറത്തായിക്കോട്ടെ. സാക്കിനായ നൂനും തൻവീനും നമ്മളിപ്പോൾ പഠിച്ച നിയമങ്ങളൊക്കെ വരുന്ന ഒരു സൂറത്തായിക്കോട്ടെ. സൂറത്തിൽ ഗാശിയ ഓതിക്കൊള്ളി കുട്ടി. ഗാശിയിൽ ഈ പറഞ്ഞതൊക്കെ ഉണ്ട്. മുഴുവൻ ഓതണ്ട, ഞാൻ നിർത്താൻ പറയുമ്പോൾ നിർത്താം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية
تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ وجوه يومئذ خاشعة آها وجوه يومئذ ناعمة وجوه يومئذ ناعمة لسعيها راضية في جنة عالية മാഷാ അല്ലാ മാഷാ അല്ലാ. لا സാക്കിനായതിന്റെയും തൻവീന്റെയും നിയമങ്ങളൊക്കെ പെർഫെക്റ്റ്. ഇനി സൂറത്തുൽ ഫീൽ ഓതിയേ. അതിലാണ് സാക്കിനായ മീമുള്ളത്. ഒന്ന് ഓതിയേ. بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل കൈദഹും ഉടിയാഹ ക്ലിയർ അല്ല. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. കൈദഹും ഹ വരണം. ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول മാഷാ അല്ലാ മാഷാ അല്ലാ. കുട്ടി എത്ര ജുസ് കാണാതെ പഠിച്ചിട്ടുണ്ട്? حافظا മാഷാ അല്ലാ മാഷാ അല്ലാ. കാറ്റഗറി 2 വിഭാഗത്തിൽപ്പെട്ട കുട്ടി ഹാഫിളത്ത്. മാഷാ അല്ലാ. എവിടെയാണ് നാട്? പുലിപ്പാറ പുലിപ്പാറ. ഏതാണ് ജില്ല? തിരുവനന്തപുരം മാഷാ അല്ലാ മാഷാ അല്ലാ. അല്ലാഹ് യർഹം വാലിദൈകി, അല്ലാഹ് യർഹം വാലിദൈകി. മാഷാ അല്ലാഹ് ബറക്കല്ലാഹു ഫീകി. അടുത്തത് കാറ്റഗറി 2 ബോയ്സിൽ നിന്നൊരു കുട്ടിയെ വിളിക്കുകയാണ്. അതിൻ്റെ മുമ്പ് പിന്നെ ഇങ്ങനെ ചിലരൊക്കെ ലീവ് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് പറയാണ്, നമ്മൾ ഈ 5 ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്, ജീവിത ക്ലാസ്. ആ 5 ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികളെ പിന്നെ ഒരു ട്രയൽ നടത്തും. എന്ന് വെച്ചാൽ മത്സരത്തിൽ എങ്ങനെയാണോ നമ്മളോട് തജ്വീദ് നിയമങ്ങൾ ചോദിക്കുന്ന ആ രൂപത്തിൽ നമ്മളെ പിന്നെ ഖുർആൻ ഡിസ്പ്ലേ ചെയ്തിട്ട് നിയമങ്ങളെ ഓരോ കുട്ടികളോടും ഒരു 3 നിയമങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ട്രയൽ. കാരണം മത്സരത്തിൽ ഡയറക്റ്റ് ചോദിക്കുമ്പോൾ ആകെ കൂടെ ബേജാറാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ട്രയൽ നടത്തും. അപ്പോൾ ഈ തജ്വീദ് ക്ലാസ് 5 23-ാം തീയതി മെയ് 23 തീർന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് വെനസ്ഡേ നമ്മൾ അങ്ങനെ ഒരു ട്രയൽ നടത്തും ഇൻഷാ അല്ലാഹ്. അതിലോരോ കുട്ടികളോടും നിയമങ്ങൾ ചോദിക്കും. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ നിയമങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം മത്സരത്തിൽ ഇടയിൽ നിങ്ങൾക്ക് 2 ആഴ്ച ഗ്യാപ്പ് കിട്ടും. അതൊന്ന് വീണ്ടും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. പറയാൻ കഴിയാത്തത് ഏതാണെന്ന് വെച്ചാൽ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി കാറ്റഗറി 2 ബോയ്സിൽ ഒരു കുട്ടിയെ കൊണ്ട് ഹെൽപ്പ് ചോദിക്കുകയാണ്. ഓക്കെ. അല്ലല്ല, ഞാൻ പറയും കേട്ടോ. മറ്റേത് കുട്ടികൾക്ക് അവസരം കൊടുത്താൽ എല്ലാവരും ഞാൻ എന്ന് പറയില്ലേ, അത് കൊളാപ്സ് ആവും കേട്ടോ. ഞാൻ വിളിക്കുന്നവർ ഓതിയാൽ മതി. ഒക്കെ C2G ആണല്ലോ കാണുന്നത്. C2B. ഓക്കെ. 57. C2B 57. ഒന്ന് ഓതിയ കുട്ടിയെ ഏതെങ്കിലും ഒരു സൂറത്ത് അല്പ ഭാഗം ഓതുക. ഹലോ 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 ഹലോ. ഞാൻ വിളിക്കുന്ന കുട്ടികൾ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി, ബാക്കിയുള്ളവരൊക്കെ മ്യൂട്ട് ചെയ്യണം. ഓക്കെ. ആദികളോ കുട്ടി? أعوذ بالله من الشيطان الرجيم
بسم الله الرحمن الرحيم يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في النهار سبحا طويلا واذكر اسم ربك وتبتل إليه تبتيلا رب المشرق والمغرب لا إله إلا هو فاتخذه وكيلا സദഖല്ലാഹുൽ അലീം. നമ്മളിപ്പോൾ ഒന്ന് പഠിപ്പിച്ചിട്ടുള്ള നിയമം അല്ലെങ്കിലും അവിടെ ആദ്യത്തെ ആയത്തൊന്നും കൂടെ ഓതി ഔട്ടിയേ. ഓതി ആദ്യത്തെ ആയത്തൊന്നും കൂടെ ഓതുക. എന്ത് പറ്റി? يا أيها المزمل അവിടെ ആ ഷദ്ദുള്ള മീമ് നമ്മളിപ്പോൾ പറഞ്ഞു മണിക്കാനുള്ളത് ഒക്കെ ഷദ്ദുള്ള മീമാവട്ടെ, നൂനാവട്ടെ, ഇഖ്ഫ ആവട്ടെ, ഇഖ്ലാബ് ആവട്ടെ, ഇദ്ഗാം ബിഗുന്നയാവട്ടെ, ഒക്കെ 2 ഇറക്കത്താണ് മണിക്കും. അഷദ്ദുള്ള മീമ് 2 ഇറക്കത്ത് കണ്ട് വന്നിട്ടില്ല. ആ 2 ഇറക്കത്ത് മണിക്കും. അതായത് അഹ്കാമത്ത് തജ്വീദിൽ പറഞ്ഞ എത്ര ഹർക്കത്ത് മണിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അത്രയും മണിക്കുക. എത്ര ഹർക്കത്ത് നീട്ടാൻ പറഞ്ഞിട്ടുണ്ടോ 2 ഹർക്കത്ത് നീട്ടേണ്ട മദ്ദുണ്ട്, 4 ഹർക്കത്ത് നീട്ടേണ്ട മദ്ദുണ്ട്, 6 ഹർക്കത്ത് നീട്ടേണ്ട മദ്ദുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ അഹ്കാമുൽ മദ്ദാണ് പഠിക്കാൻ പോകുന്നത്. അടുത്ത ചൊവ്വാഴ്ച നടക്കാനുള്ള ക്ലാസ്സിൽ അഹ്കാമുൽ മദ്ദാണ്. ഈ നിശ്ചിതമായ മദ് ആ ഹർക്കത്ത് നീട്ടുമ്പോഴേ പരിശുദ്ധ ഖുർആൻ പാരായണം അതിൻ്റെ തികവിലും മികവിലും നിർവഹിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ അവിടെ ആ മീമ് 2 ഹർക്കത്ത് ഇങ്ങോട്ട് പഠിച്ചെങ്കിലേ അവിടെ അങ്ങോട്ട് പെർഫെക്റ്റ് ആവുള്ളൂ. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുസമ്മിൽ എന്നാ മതി. ആ മീമിന് ഒന്നും കൂടെ ഒന്ന് പഠിച്ചേ. يا أيها المزمل മുംതാസ്. ഇപ്പൊ 2 ഇറക്കത്ത് പഠിച്ചിട്ടുണ്ട്. ഇനി വേറൊന്ന് നിയമം, അത് നമ്മൾ അടുത്ത ആഴ്ച മതത്തിന്റെ നിയമങ്ങൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അടുത്ത ആഴ്ചയിൽ അടുത്ത ബുധനാഴ്ച ആയത്ത് നമ്പർ 3 അതൊന്ന് മതിയേ. نصفه أو انقص منه قليلا ഒന്നും കൂടെ نصفه ഓക്കെ. ഇപ്പൊ ശരിയാണ്. നേരത്തെ ആദ്യം ഓതിയപ്പോ നിസ്ഫഹു എന്നത് 4 ഹർക്കത്ത് നീട്ടിയിട്ടില്ല. ആ നിസ്ഫഹു എന്നത് സിലത്തുൽ കുബ്ര എന്ന് പറഞ്ഞ നിയമമാണ്. 4 ഹർക്കത്താണ് നീട്ടേണ്ടത്. അത്ര നീട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഓദിപ്പിച്ചപ്പോൾ ഓക്കെയാണ്. ഏതാവട്ടെ സാക്കിനായ നൂനിൻ്റെയും തെൻവീൻ്റെ ഒക്കെ നിയമങ്ങൾ ഒക്കെ ഓതിയിടത്തോളം പെർഫെക്റ്റ് ആണ്. ഇനി കാറ്റഗറി 3 ഗേൾസിൽ നിന്നൊരു കുട്ടി, കാറ്റഗറി 3 ബോയ്സിൽ നിന്നൊരു കുട്ടി ഓതുന്നതോടുകൂടി നമ്മുടെ ഈ ക്ലാസ് ഇന്ന് അവസാനിക്കും ഇൻഷാ അല്ലാഹു തആല. നമ്മൾ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ ട്രയൽ ചെയ്യും, എന്നിട്ട് ഇങ്ങനെ നിരൂപണം നടത്തും ഇൻഷാ അല്ലാഹ്. കാറ്റഗറി 3 ഓക്കെ. 20 C3G20 ഒന്നാദ്യ കുട്ടി എളുപ്പഭാഗം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسماء
الطارق وما أدراك ما الطارق النجم الثاقب إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേ فلينظر الإنسان مما خلق خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى അവിടെ ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ ആ സാക്കിനായ റാ തർക്കീഖാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ നിയമം അവിടെ തർക്കീഖാക്കിയിട്ടൊന്നു മതി إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر സദഖല്ലാഹുൽ അലീം. അടുത്തതായി കാറ്റഗറി 3 ബോയ്സിൽ നിന്നൊരു കുട്ടിയും കൂടെ പാരായണം ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹു തആല. ഓക്കെ, C3B12 C3B12 നോദിയേ അല്പഭാഗം. കുട്ടികൾ ഓതുന്നവരൊക്കെ അവരവരുടെ കാറ്റഗറിയിൽ അവരുടെ പോർഷനല്ല ഓതുന്നത്. ഓക്കെ, കാറ്റഗറി 3 പെട്ടവരുടെ പോർഷൻ ജുസ് മുജാദിലയാണ് 28, പക്ഷെ അതല്ല ഓതിയത്. എന്താണ് 12 എന്താണ് വിളിച്ചിട്ട്? പെട്ടെന്ന് അതായിരുന്ന വേറെ കുട്ടിയെ വിളിക്കും. ലീവ് ചെയ്തോ? ഞാൻ ഒതുക്കോട്ടെ. ഇങ്ങനെ ഞാൻ ഒതുക്കോട്ടെ. അല്ല, ആ കുട്ടിയോട് പോയി, അതാ ചോദ്യം. ഓക്കെ, ഇപ്പൊ ഓതിക്കോട്ടെ എന്ന് പറഞ്ഞ ആളാരാ? കാറ്റഗറി 3 02 B02. ഓക്കെ, ഓതിക്കോളൂ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم. يا أيها الذين آمنوا لم تقولون ما لا تفعلون كبر مقتا عند الله أن تقولوا ما لا تفعلون إن الله يحب الذين يقاتلون في سبيله صفا كأنهم بنيان مرصوص. وإذ قال موسى لقومه يا قوم لم تؤذونني وقد تعلمون أني رسول الله إليكم فلما زاغوا أزاغ الله قلوبهم والله لا يهدي القوم الفاسقين. وإذ സദഖല്ലാഹുൽ قال അലീം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്.
ഇതോടുകൂടി നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അള്ളാ. അടുത്ത ബുധനാഴ്ചയാണ് അടുത്ത ക്ലാസ്. അഹ്കാമുൽ മദ്ദാണെന്ന് വിവരിക്കുക. മദ്ദിന്റെ നിയമങ്ങളെ മുഴുവൻ അന്ന് വിവരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാ. അത് കഴിഞ്ഞിട്ട് ഇതേമാതിരി ഓരോ കാറ്റഗറിയിൽ നിന്നും ഓരോ കുട്ടികളെ കൊണ്ട് ഓദിക്കും ഇൻഷാ അള്ളാ. എന്നിട്ട് നിരൂപണം ചെയ്യും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. سبحانك اللهم جزاك الله وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ആരെന്താ ചോദിച്ചോ? ശരി.